ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് വെളുത്ത തൊണ്ടിയുള്ള തേനീച്ച എന്ന പക്ഷിയെ പറ്റിയാണ്. വെളുത്ത തൊണ്ടിയുള്ള ഹണി ഈറ്റർ മെലിത്രെപ്സ് ജനസിൽപ്പെട്ടതാണ്. അൽബോഗുലാരിസ് സ്പീഷീസിൽ ഉൾപ്പെടുന്നു. ന്യൂ ഗിനിയയിലും കിഴക്കൻ വടക്കൻ ഓസ്ട്രേലിയയിലും നിന്നുള്ള മെലിഫാഗിഡെ എന്ന ഹണി ഈറ്റർ കുടുംബത്തിൽപ്പെട്ട ഒരു പക്ഷിയാണ്. ഈ പക്ഷികൾക്ക് 11.5 സെൻറ്റിമീറ്റർ മുതൽ 14.5 സെൻറ്റിമീറ്റർ വരെ നീളമുണ്ട്. മുകളിൽ ഒലിവ് പച്ചയും താഴെ വെള്ളയും കറുത്ത തലയും, കണ്ണിന് മുകളിൽ വെളുത്തതോ ഇളം നീലയോ നിറമുള്ള ഒരു പൊട്ടും കഴുത്തിൻ്റെ പിൻഭാഗത്ത് ഒരു വെളുത്ത വരയുമുണ്ട്. 1848 ജോൺ കൗൾട്ട് വെളുത്ത തണ്ടയുള്ള തേനീച്ചയെ വിവരിച്ചു. ആൽബസ് വെളുത്ത മുലത്തൊണ്ട എന്ന ലാറ്റിൻ പദങ്ങളിൽ നിന്നാണ് ഇതിൻ്റെ സ്പീഷീസ് നാമം വന്നത്. മെലിത്രെപ്സ് ജനസിലെ അംഗമായ വെളുത്ത തൊണ്ടിയുള്ള ഹണി ഈറ്റർ സമാനമായ വലുപ്പവും കറുത്ത തലയുള്ള രൂപവുമുള്ള നിരവധി സ്പീഷീസുകൾ മെലിഫാഗിഡെ എന്ന ഹണി ഈറ്റർ കുടുംബത്തിൽ ഉൾപ്പെടുന്നു. ഈ പക്ഷികൾ പുറംതൊലിയിലോ ശാഖകളിലോ അല്ല, ഇലകളിലോ മേലാപ്പിലോ ഉള്ള പ്രാണികളെ മേയ്ക്കുന്നു. വലിയ കൂട്ടങ്ങളായി ഒത്തുചേരുന്നു. കൂടുതൽ തുറന്നതും വരണ്ടതുമായ സ്കൈലോറോഫിൽ വനങ്ങളിലും സവന്നകളിലും ഇത്തരം പക്ഷികളെ കാണാൻ കഴിയുന്നു. അവയ്ക്ക് ചെറിയ പാദങ്ങളും കുറഞ്ഞ പ്രാധാന്യമുള്ളതോ ഇല്ലാത്തതോ ആയ ഒരു ന്യൂച്ചൽ ബാറും ഉണ്ട്. ഈ പക്ഷികളുടെ കൊക്കിന് കറുപ്പ് നിറവും കാലുകൾ പർപ്പിൾ തവിട്ട് നിറവുമാണ് ഉള്ളത്. വെള്ളത്തണ്ടയുള്ള ഹണി ഈറ്റർ പക്ഷികൾ ജൂലൈ അല്ലെങ്കിൽ ഓഗസ്റ്റ് മുതൽ ഡിസംബർ അല്ലെങ്കിൽ ഏപ്രിൽ വരെ വടക്ക് പടിഞ്ഞാറൻ ഓസ്ട്രേലിയയിൽ പ്രജനനം നടത്തുന്നു. സീസണിൽ 1-2 കുഞ്ഞുങ്ങളെ വളർത്തുന്നു. ഒരു മരത്തിൻ്റെ നാൽക്കവലയിൽ പുറംതൊലിയും പുല്ലും കൊണ്ട് നിർമ്മിച്ച ഒരു ഉറപ്പുള്ള കപ്പ് ആകൃതിയിലുള്ള ഘടനയാണ് കൂട്. വലുപ്പമുള്ള 2 മുട്ടകളുടെ ഒരു കൂട്ടം പിങ്ക് കലർന്ന തവിട്ട് നിറത്തിലുള്ള അടയാളങ്ങളോടെ ഇടുന്നു. ഈ പക്ഷി ഓസ്ട്രേലിയയിൽ കാണപ്പെടുന്ന ഒരു ചെറിയ പാട്ടുപക്ഷിയാണ്. തൊണ്ടയിലുണ്ടാകുന്ന തെളിഞ്ഞ വെളുത്ത പാടാണ് ഇതിൻ്റെ പ്രധാന സവിശേഷത. മരങ്ങളിൽ നിന്നും പുഷ്പങ്ങളിൽ നിന്നും തേനും ചെറുപുഴുക്കളും എടുത്താണ് ഭക്ഷണം കണ്ടെത്തുന്നത്. ഈ പക്ഷികളുടെ ആവാസ വ്യവസ്ഥ യൂക്കാലിപ്സ് കാടുകൾ, തുറന്ന വനമേഖലകൾ, പാർക്കുകളും തോട്ടങ്ങളും മനുഷ്യവാസ മേഖലകൾക്കരികിൽ പോലും കാണപ്പെടുന്നു. ഈ പക്ഷികൾ ചെറുമരങ്ങളിലോ കൊമ്പുകളിലോ കൂട് കൂട്ടി അതിൽ പെൺപക്ഷി 2-3 മുട്ടകൾ ഇടുന്നു. 14 ദിവസം അടയിരുന്ന് മുട്ട വിരിയിക്കുന്നു. കുഞ്ഞുങ്ങൾ 2-3 ആഴ്ചയ്ക്കുള്ളിൽ പറക്കാൻ തുടങ്ങുന്നു. വെളുത്ത തൊണ്ടിയുള്ള ഈ പക്ഷികളുടെ തെളിഞ്ഞ മധുരമായ പാട്ട് വളരെ ഇമ്പമുള്ളതാണ്. തുടർച്ചയായി കലകല ശബ്ദവും ഈ പക്ഷികൾ ഉണ്ടാക്കാറുണ്ട്. പൂക്കൾ അടങ്ങിയ പ്രദേശങ്ങൾ ഇഷ്ടപ്പെടുന്നവരാണ് ഈ കൂട്ടർ. കൂട്ടമായി സഞ്ചരിക്കുന്ന സ്വഭാവം ഇവർക്കുണ്ട്. തേൻ കുടിക്കുമ്പോൾ പരാഗണത്തിന് സഹായിക്കുന്ന പക്ഷികളാണ് ഇവർ. സാധാരണയായി 7-10 വർഷം വരെ ആണ് ഈ പക്ഷികളുടെ ആയുസ്സ്. ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു.